സമസ്തയോട് എതിർത്തിട്ട് മലയോട് എതിർത്തിട്ട് ആർക്കും ആളാവാൻ കഴിയില്ല. മലയോട് എതിർത്തിട്ട് ആളാവാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയും. ആ എതിർക്കുന്നവൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുന്നവനല്ല. അവന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ യാതൊരു സ്ഥാനമില്ല എന്ന് ആണിട്ട് പറയുകയാണ് ഈ അവസരത്തിൽ. അവന് വേറെ അവന്റെ മേച്ചിൽ പുറം വേറെ നോക്കാം അവനക്ക്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നും കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളെ എതിർക്കുന്നതായ ആർക്കും സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ യാതൊരു സ്ഥാനമില്ല. അവരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് അടുപ്പിക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പുറത്ത് അവരെടുത്തിടും ആരാണെങ്കിലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇപ്പോൾ നടക്കുന്നത് സമസ്തയുടെ 100ാം വാർഷിക ഇതിൻ്റെ ചർച്ചയാണ് നടക്കുന്നത്. അപ്പോൾ ഇത് സമസ്തക്കാർ, പുതിയ സമസ്തക്കാരാണ്, AP സമസ്തക്കാരാണ് ആദ്യം 100ാം വാർഷികം കഴിക്കാൻ തുടങ്ങിയത്. ഇത് എത്ര ശരിയാണ് എന്നുള്ള ചർച്ചയും ഒരുപാട് നടക്കുന്നുണ്ട്. ആലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ചർച്ച ചെയ്യാനും വിമർശിക്കാനും എല്ലാം വഴി തുടങ്ങിയത് പുതിയ സമസ്തക്കാരാണ്. പഴയ കാലത്തും അതുപോലെ തന്നെയാണ്. ഒറ്റ സമസ്ത ഉണ്ടായിരുന്ന കാലത്ത് അത് എന്തോ വാക്തർക്കങ്ങളിൽ നമ്മുടെ ചെറുപ്പകാലത്താണ് അതുണ്ടായത്. നമ്മൾ മദ്രസയിൽ പഠിച്ചത് ഒറ്റ സമസ്ത ഉള്ള കാലത്താണ്. അപ്പോൾ അവിടുന്ന് വിട്ടുപിരിഞ്ഞ് അവർ സെപ്പറേറ്റായി ഒരു സമസ്ത തുടങ്ങിയത് കൊണ്ട് ആ സെപ്പറേറ്റായി തുടങ്ങിയ സമസ്തയുടെ അതാണല്ലോ ആ തുടങ്ങിയ വർഷം കണക്കിട്ട് എത്ര വർഷമായി എന്ന് പറഞ്ഞ് സമ്മേളനം, വാർഷികം അതെല്ലാം ചെയ്യേണ്ടത്. അത് ഏതൊരു സ്ഥാപനമാണെങ്കിലും ഒരാൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ഒന്നിച്ചല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നു, ഒരു 2 വർഷമോ 3 വർഷമോ അവിടെ ചെയ്ത് ഈ പാർട്ട്ണർ അവിടുന്ന് പിരിഞ്ഞ് രണ്ടാമത് സെപ്പറേറ്റായി പ്രത്യേകമായി ഒരു കമ്പനി തുടങ്ങിയാൽ, ഒരു സൂപ്പർ മാർക്കറ്റോ എന്തെങ്കിലും തുടങ്ങിയാൽ അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹം തുടങ്ങിയ സ്ഥാപന അതിൻ്റെ വാർഷികമാണ്. അത് എത്ര വർഷമായി അത്ര വർഷം എന്ന് പറഞ്ഞ് വാർഷികം ചെയ്യേണ്ടതാണ്. അതാണ് സമ്മേളനം. ഇതുപോലെയുള്ള 100ാം വാർഷികം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. ആ 100ാം വാർഷികം എന്ന് പറയേണ്ടതില്ല. എത്ര വർഷമായി അത്ര വർഷത്തിന് പറഞ്ഞാൽ മതി. 100ാം വർഷം പഴയ സമസ്തക്കാണ് ഉണ്ടായത്. ആ പഴയ സമസ്തയിൽ അന്ന് മുതൽ ഇന്ന് വരെ ഉള്ളവർക്കാണ് അതിൻ്റെ അവകാശം. അതാണ് ചർച്ച. അത് അവിടെ തന്നെ ഉള്ള ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ കൂടെയുള്ള പുതിയ സമസ്തയുടെ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. എങ്കിലും അവർക്ക് പൊരുത്തക്കേടുണ്ടാകുമെന്നുള്ള ഒരു പേടിയും കൊണ്ട് അവർ ഒന്നും സംസാരിക്കുന്നില്ല. മനസ്സുകൊണ്ട് അവർ അതിനെ അത്ര പൊരുത്തപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട മുള്ളൂർക്കര ഓപ്പണായി പറഞ്ഞത് നമ്മൾക്ക് ഇവിടെ അതിനെ കാണിക്കാറുണ്ട്. അതിന് നിങ്ങൾ ആദ്യമായി കേൾക്കുക, പിന്നെ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ കണ്ടില്ലേ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. കേരളം കണ്ട സമസ്തയുടെ പ്രസിഡന്റുമാരിൽ വലിയ പാണ്ഡിത്യവും വലിയ വാക്ചാതുര്യതയും ഉറച്ച തീരുമാനവുമുള്ള ഒരു വലിയ പണ്ഡിതനാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഒരാളുടെ മുമ്പിലും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദ്, അല്ലാഹുവേ അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. തുല്യതയില്ലാത്ത കേരളം കണ്ട പണ്ഡിതനാണ് ശംസുൽ ഉലമ EK ഉസ്താദ്. ഒരിക്കൽ UAE-യിലേക്ക് വിസിറ്റിങ്ങിന് ചെന്നു ശംസുൽ ഉലമ. അവിടെ വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടുത്തെ അറബികളുമായി ചർവിനൊക്കെ നടത്തി ചർച്ച നടത്തി തിരിച്ചു പോരുന്ന സമയത്ത് അറബികൾ ഒരു ഓഫർ വെക്കുക ശംസുൽ ഉലമയോട്, അങ്ങ് തയ്യാറാണെങ്കിൽ അങ്ങേ ഞങ്ങൾ ഇവിടുത്തെ ഖാദിയാക്കാം. നമ്മുടെ ഇവിടുത്തെ മഹല്ല് ഖാദി പോലെയല്ല, ദുബായിലെ ഖാദി എന്ന് പറഞ്ഞാൽ കോടതിയിലെ ഖാദിയാണ്. ഇവിടുത്തെ ചീഫ് ജസ്റ്റിസാണ്, ഇവിടുത്തെ ജഡ്ജിയാണ്. ആ ജഡ്ജിയാക്കാൻ ഞങ്ങൾ അവിടെ, അങ്ങ് തയ്യാറാണോ? ശംസുൽ ഉലമയോട് ചോദിക്കുകയാണ്. ആ പാണ്ഡിത്യം കണ്ടിട്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ
വസല്ലമ ഖദ്ദസല്ലാഹു സബ്റഹുൽ അദീദ് വലിയന്നെ ശംസുൽ ഉലമി. ആ മഹാൻ പറഞ്ഞു, ഇല്ല, താജുൽ ഉലമയുടെ ഉസ്താദാണ് ശംസുൽ ഉലമ. താജുൽ ഉലമയുടെ ഉസ്താദാണ് ശംസുൽ ഉലമ. ഇൽമിന്റെ ബഹറാണ് ശംസുൽ ഉലമ. ഇൽമു കൊണ്ട് അവിടത്തേക്ക് അടുക്കാൻ അക്കാലഘട്ടത്തിലും ഇക്കാലഘട്ടത്തിലോ പിന്നീട് ഒരു പണ്ഡിതന്മാര് വളർന്നു വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. അവരാരും മോശക്കാരല്ല കേട്ടോ. 100-ാം വാർഷികം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വന്നോ എന്നും എനിക്കൊന്നും അറിയാം, അതിൻ്റെ വിവരമില്ല. എങ്കിലും എൻ്റെ അറിവ് അദ്ദേഹം പുതിയ സമസ്തയിലാണ്. എങ്കിലും നല്ല പ്രാസംഗികരാണ്. നല്ല ഓരോ സമയത്ത് മാത്രം സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നു, അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇരിക്കട്ടെ. ഇപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്, ആദ്യത്തെ സമസ്ത തന്നെ, വലിയ സമസ്തം തന്നെ 100-ാം വാർഷിക കഴിക്കേണ്ടതും അവിടുത്തെ നേതാവായ സമസ്തയുടെ പ്രസിഡൻറ്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അതുപോലെ കഴിഞ്ഞുപോയ ഒരുപാട് വർഷങ്ങൾ ജനറൽ സെക്രട്ടറിയായി അതിൻ്റെ നേതൃത്വം തന്നെ EK എന്നേ പറയുന്ന സമസ്തക്ക്, അതിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പേരൊന്നും പറയുന്നില്ല, അത് ഫേമസ് ആയതും അതിനെ നല്ല രീതിയിൽ നടത്തിയതും നല്ല രീതിയിലുള്ള വലിയ ആലിമും പണ്ഡിതനും വലിയുമായ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ പറ്റിയും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരുപാട് ആലിമ്യങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് ഇതത്ര ശരിയല്ല, AP സമസ്തക്കാർ, നമ്മുടെ സമസ്ത പുതിയ സമസ്ത ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നവരുടെ മനസ്സിൽ കാണുന്നുണ്ടെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് പുതിയ സമസ്തക്കാർ കഴിക്കുന്നതിൻ്റെ ഈ 100-ാം വാർഷികം കഴിക്കുന്നതിൻ്റെ വകയായി ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളും അല്പം പറയുന്നു. അദ്ദേഹത്തിൻ്റെ കടമയാണ്, അദ്ദേഹമാണ് അതിൻ്റെ പ്രസിഡൻറ്റ്, അദ്ദേഹം പറയട്ടെ, കേൾക്കണം ഇൻഷാ അല്ലാഹ്. മാറ്റേണ്ട ഒരു ആവശ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ചില ആളുകൾ കൊടി മാറ്റി വെച്ചുകൊണ്ടാണ് 100-ാം വാർഷികം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അഭിമാനത്തോടുകൂടി നമ്മളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും, 100-ാം വാർഷികം ആഘോഷിക്കാൻ അതിന് ഏറ്റവും അർഹതപ്പെട്ടവർ നമ്മൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. നമ്മളെ അന്ന് മഹാന്മാരാവുന്ന നമ്മളെ സാധ്യത നേതാക്കന്മാർ സ്ഥാപിക്കപ്പെടുമ്പോൾ അന്ന് സമസ്തക്ക് ഉണ്ടായിരുന്ന കൊടിൻ്റെ വർണ്ണം ഏതാണോ ആ കൊടി തന്നെയാണ് ഇന്ന് നമ്മൾ പിടിക്കുന്നതും നമ്മളിവിടെ നാട്ടിയതൊക്കെ. അപ്പോൾ ഏതായാലും നമ്മളെ സംബന്ധിച്ച് എന്ന് പറയുന്നതിനാണ് അത്തരം കഴിവുള്ളവർക്കേ അതിന് നേതൃത്വം, കാര്യമായ നേതൃത്വം കിട്ടുകയുള്ളൂ, കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാദമെന്ന് പറയുന്നു, അദ്ദേഹത്തിൻ്റെ വാദമല്ല, അത് യാഥാർത്ഥ്യമാണ്, അതിനെ കഴിക്കേണ്ടത് നമ്മളല്ലേ എന്ന് പറയുന്നത്. 100-ാം വാർഷിക കഴിക്കേണ്ടത് നമ്മളാണ്. അത് വിട്ട് പിരിഞ്ഞ് പോയി 30 വർഷമോ 32 വർഷമോ എത്ര ആയിട്ടുള്ളൂ, അവർ 100-ാം വാർഷികം കഴിക്കേണ്ടതില്ല. പിന്നെ എന്ത് സമ്മേളനം വേണമെങ്കിലും അവർക്ക് കഴിക്കാൻ, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവരുടേതാണ്. അവർ നല്ല പോലെ സമസ്തയും മദ്രസയും പള്ളികളും ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയാനില്ല. എങ്കിലും 100-ാം വാർഷിക എന്ന് ചെയ്യുന്നത് അത് അത്ര ഒരു ശരിയല്ല എന്നാണ് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായവും നമ്മുടെ പഴയ സമസ്തക്കാരുടെ അഭിപ്രായം അതാണ്. പുതിയ സമസ്തയിലും AP സമസ്തയിലും ഒരുപാട് ആൾക്കാർ അത് ശരിയല്ല എന്ന് പറയുന്നവരും ഉണ്ട്. എങ്കിലും ഓപ്പണായി പറയാൻ അവർക്ക് ഭയമാണ്. പൊരുത്തക്കേടെന്ന് വിശ്വസിക്കുന്നവർക്കും അതുപോലെ ഉസ്താദിനെ ബഹുമാനിക്കുന്നവർക്കും അത് കുറച്ച് പറയാൻ പ്രയാസമായിരിക്കും. ഏതായാലും നമ്മൾ പറയുന്നത് പുതിയ സമസ്ത ചെയ്യേണ്ടത് അവർ തുടങ്ങി എത്ര വർഷമായി അത്രേ വർഷം പറഞ്ഞ് സമ്മേളനമോ എന്ന് വേണമെങ്കിൽ ചെയ്യാം അവർക്ക് എന്നാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.